പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ വിദ്യാഭ്യാസ രംഗത്തെ വിരോധാഭാസങ്ങൾ, വിശ്വാസ തകർച്ചകൾ എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വിശ്വാസ വഞ്ചനയുടെ അംശം കൂടെ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടികളും സമൂഹമായിട്ടുള്ള ഇടപെടലിൽ ചില കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി. എൻ്റെ ചെറുപ്പത്തിൽ ഏണ്ടൊരു യൗവനകാലത്ത് 1970 കാലഘട്ടങ്ങളിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നുള്ള ഒരു വലിയ പ്രസ്ഥാനം, നക്സൽ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഒക്കെ രൂപം കൊണ്ടു. അത് ഒരു അമർഷത്തിൽ നിന്ന്, സാമൂഹ്യ അനീതിയിൽ നിന്നും, അസമത്വത്തിൽ നിന്നും, സാമ്പത്തിക അന്തരത്തിൽ നിന്നുമൊക്കെ രൂപപ്പെട്ടതാണ്. അതൊരു പ്രതിഷേധമാണ്. അതിനകത്തൊരു പ്രത്യേക ലക്ഷ്യമോ പദ്ധതിയൊന്നും ഇല്ലാതെ ഒരു പ്രതിഷേധ പ്രകടനം, രക്തരൂഷിതമായി. അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആലോചിക്കുന്നവർക്കൊക്കെ മനസ്സിലായി. ശുദ്ധാത്മാക്കളായ കുറേ പേര് ജീവൻ കളഞ്ഞു, കുറച്ച് പേരുടെ ജീവൻ എടുത്തു. അതിലെ രാഷ്ട്രീയ കക്ഷികൾ ചിലർ ആ പ്രസ്ഥാനമായിട്ട് അകലം പാലിച്ചു, ചിലർ അതിനെ അടിച്ചൊതുക്കാനായിട്ട് ശ്രമിച്ചു. പൊതുവെ അതൊരു പരാജയമായിരുന്നു. അതിനോട് ഞാൻ ചില അനുഭവമൊക്കെ പുലർത്തിയിരുന്നു എന്നുള്ളത് ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറയുകയുണ്ടായി. അത് 100% പരാജയമൊന്നും പറയാൻ ഒക്കില്ല. അതിനകത്ത് 90% പരാജയമായി, 10% അതിനകത്ത് വിജയിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാലത്ത് ഏറ്റവും അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെട്ട് അഴിമതിയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും പിന്തിരിയാനായിട്ട് ഇടയായി. കാരണം അന്ന് ഒരു സംഘം ചെറുപ്പക്കാർ വളരെ ആത്മാർത്ഥതയോടുകൂടി സമൂഹത്തിൽ തിരുത്തലുകൾ വരുത്തണം എന്ന് ആഗ്രഹിച്ച് ഒരു സമൂഹ വിചാരണ എന്നുള്ള ഒരു പദ്ധതി അവരിട്ടു. അവരെ ഓരോ ഉദ്യോഗസ്ഥന്മാരെയും കുറിച്ച് പഠിച്ചു. തികഞ്ഞ അഴിമതിക്കാരും ജനങ്ങൾക്ക് ഒരു സഹായം ചെയ്യാതെ അവരെ ദ്രോഹിക്കുന്നവരുമായ ആൾക്കാരെ അവർ കണ്ടുമുട്ടി. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർ കൈകാര്യം ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു. വളരെ 2-3 സംഭവങ്ങളിൽ അവർ വളരെ അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാരെ, സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി. വലിയ പ്രശ്നം ഇതൊക്കെയായി. അപ്പം കുറേ കാലത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ കൈക്കൂലി വാങ്ങിക്കാനായിട്ട് ആളുകൾ ഭയപ്പെട്ടു. നിയമത്തെ ഭയപ്പെടുന്നവർ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ ഭയപ്പെട്ടു. അപ്പോൾ എല്ലാ തിന്മകൾക്കും ഒരല്പം നന്മ അതിനകത്തുണ്ടാവും എന്ന് പറയുകയാണ് ഞാനിത് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഭരണഘടനയുണ്ട്, നമുക്കൊരു ജനാധിപത്യമുണ്ട്, രാഷ്ട്രീയ പ്രക്രിയയുണ്ട്. അപ്പോൾ ഇതിൽ സജീവമായിട്ട് പങ്കാളികളാകുക. നമുക്കിതിനകത്ത് ഒരു പാർട്ടിസിപ്പേറ്ററി റോളുണ്ട്. പ്രാതിനിധ്യം രീതിയിലാണ് നമ്മുടെ ഈ ജനാധിപത്യം പ്രവർത്തിക്കുക. നമുക്ക് പങ്കാളികളാകാം, അതിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കാളികളാകാം. സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളിലെ മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. അതിന് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ജനാധിപത്യത്തെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഭരണഘടനാനുസൃതമായിട്ട് പങ്കാളിത്തത്തോടുകൂടി നമ്മൾ നടത്തിയാൽ മാത്രമേ ജനാധിപത്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ എന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ ആ രീതിയിൽ ആൾക്കാരുമായിട്ട് സമൂഹത്തിൽ ഇടപെടാൻ തുടങ്ങി. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു പ്രക്രിയയാണ്. അഭിപ്രായങ്ങൾ പറയുക. അപ്പം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മുടെ ചില ഏജൻസികൾ, രാജ്യത്തിൻ്റെ ഭരണവും ഇലക്ഷനൊക്കെ നടത്താനായിട്ട് കുറേ ഏജൻസികൾ, അത് രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, അങ്ങനെ കുറേ പാർട്ടികൾ, അവരുടെ ചുമതലയാണ്. നമ്മൾ ആ വഴിക്കൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ആളുകൾ അതിനോടൊരു മനോഭാവം, നമ്മൾ കോൺഗ്രസ് ആണെന്ന് ആരും അറിയണ്ട, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭവം ചെയ്യാമെന്ന് ആരും അറിയണ്ട, ഇങ്ങനെ ഒരു രീതിയിൽ. അപ്പം ജനാധിപത്യത്തിൽ പങ്കാളികളാകുക എന്നുള്ളതൊരു മോശമായ കാര്യം എന്നുള്ള നിലയിലാണ് നമ്മുടെ സമൂഹം പൊതുവെ കണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഈ പല വിദ്യാർത്ഥി സംഘടനകളിലെയും ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി അവരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള ശ്രമിച്ചു. ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് പല സംഘടനകളിലും, ഇന്നത്തെ സ്റ്റുഡൻസ് ഫെഡറേഷൻ, വിദ്യാർത്ഥി പരിഷത്ത്, അതുപോലെ കോൺഗ്രസിൻ്റെ KSU, ഇങ്ങനെ പല സംഘടനകളിലും അവരുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കാനും ജനങ്ങൾ വെച്ചിരിക്കുന്ന പ്രതീക്ഷ, സ്വപ്നം സഫലമാക്കി തീർക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും ഇവർക്ക് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തോന്നി. അപ്പോൾ ഈ കുട്ടികളുടെ മുദ്രാവാക്യം കണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി. ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞൊരു വെള്ളക്കൊടിയിലൊരു മുദ്രാവാക്യം. വേറൊരു കൂട്ടർ അതുപോലെ തന്നെ ഗാന്ധിയൻ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടർ. പിന്നെ ഭാരതത്തെ മാതാവായിട്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി സംഘടന. ഇവരൊക്കെ ഞാൻ അവരുടെ ഓഫീസുകളിൽ പോയി സന്ദർശിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എന്നെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം, ഇവരുടെ ഈ മുദ്രാവാക്യവും അവരുടെ പ്രവർത്തനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പം നമ്മൾ ഇതാണ് സത്യം മനസ്സിലാക്കുക. സത്യം വേദനാജനകമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഈ സിദ്ധാന്തങ്ങളും പ്രയോഗവും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അന്ന് ഈ ഇടതുപക്ഷ പാർട്ടികളുടെ ഇപ്പോഴത്തെ ഒരു പ്രമുഖനായ ഒരു നേതാവ്, അദ്ദേഹം MP ഒക്കെ ആയിരുന്നു, ഈ സർക്കാരിലെ വലിയ ഉന്നതമായ സ്ഥാനം വഹിക്കുന്നുണ്ട്. അദ്ദേഹം ആ സംഘടനയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്
നമ്മൾ ശ്രമിക്കണം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കൊക്കെ വലിയ പ്രതീക്ഷയുള്ള സംഘടനയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ കാര്യം എന്ന് പറയുന്നത് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുക, അതിനാളെ കൂട്ടുക, ആളെ കൂട്ടി അവരുടെ മാതൃ സംഘടനയ്ക്ക് ശക്തി കൊടുക്കുക. അല്ലാണ്ട് ഈ രാജ്യത്തെ അവരുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു താല്പര്യമില്ല. അവർ താല്പര്യം എടുക്കുന്നത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക, അല്ലെങ്കിൽ സമുദായവൽക്കരിക്കുക, അല്ലെങ്കിൽ മതം വർഗീയമാക്കുക എന്നുള്ളതാണ്. വർഗീയമായ നിറം കൊടുത്തിട്ട് വലിയ സമരം സംഘടിപ്പിക്കുക, ശക്തിപ്രകടനം നടത്തുക. അങ്ങനെ തെരുവ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് ഈ കുട്ടികൾ മാറി. അതിനകത്ത് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും ഈ മാതൃസംഘടനയ്ക്ക് ശക്തി പകരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളരിയായിട്ട് മാറുക എന്നുള്ള ഒരു ഇതിലേക്കാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ പലരും സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ട് കയറി വന്നിരിക്കുന്നു എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ ഇന്ന ആരോട് നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുക. അപ്പോൾ ഇത് മനസ്സിലായത് ഇവർ ആത്മാർത്ഥമായിട്ടല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ പാർട്ടി പലതും മാറി നോക്കി, പലതിലും ഓരോ പാർട്ടികളിലും പലരുടെയും ഇത് വെച്ചുകൊണ്ട് പരിചയം വെച്ചുകൊണ്ട് പാർട്ടികളിൽ പലതിലും അനുഭാവിയായിട്ടോ അല്ലെങ്കിൽ സഹയാത്രികനായിട്ടോ കൂടി. അപ്പോൾ എന്നാൽ പോലും പ്രതീക്ഷ കൈവിടാതെ കുട്ടികളോട് പറയും, നമ്മുടെ ജനാധിപത്യം ലോകോത്തരമാണ്, നമ്മുടെ ഭാരതത്തിൽ വലിയ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനായിട്ടുള്ള ഇത് കിട്ടും, നമുക്ക് നീതി കിട്ടും, തുല്യനീതി, തുല്യ അവസരം, അവകാശം, ഇതൊക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനെ അവരോട് പറഞ്ഞ് നോക്കുക. അപ്പം അങ്ങനെ ഒന്ന് അടുത്ത കാലത്ത് അതിൽ ഇടയ്ക്ക് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ഉത്തരം അന്വേഷിച്ച് നടന്ന ചോദ്യങ്ങൾ എൻ്റെ നേരെ ഒരു പലപ്പോഴും ചോദിക്കാൻ തുടങ്ങി. ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തുണ്ടായിട്ടല്ല, ഇത് താല്പര്യമുള്ള ഒരാൾ, ആ കാര്യം പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളെന്ന മട്ടിൽ അവരോട് ഞാൻ ഈ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കുട്ടികൾ വിദ്യാർത്ഥികളാണ്, അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒടുവിൽ ഒരു കുട്ടി ചോദിച്ചത്, 75 വർഷം കഴിഞ്ഞു, നമുക്ക് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്, അപ്പോൾ തൊഴിൽ നേടിക്കൊടുക്കാനായിട്ട് അതിൻ്റെ നടപടികൾ നടത്താനായിട്ട് നമുക്കൊരു സംവിധാനമുള്ളതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിൽ 10-21 അംഗങ്ങളുണ്ട്, അവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ, അമ്മാവൻ കണ്ടില്ലേ, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ അഭിപ്രായം, അവർക്ക് അത്രയും ശമ്പളം ആവശ്യമുണ്ടെന്ന് സർക്കാരിന് തോന്നി, ഒരു ജനാധിപത്യ സർക്കാരാണ്, ഭൂരിപക്ഷം കിട്ടിയവരാണ്, അവരത് കൊടുക്കുന്നു, അവർക്ക് അതിന് കാരണം കാണും. അപ്പോൾ ആ ചോദ്യം വന്നത്, ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്ന അവർ സെക്രട്ടേറിയറ്റിൽ 50 ദിവസമായിട്ട് കുറേ ദിവസമായിട്ട് അവർ സമരം ചെയ്യുകയാണ്. അവർക്ക് 7000 രൂപ മാത്രമാണ് പ്രതിമാസ ശമ്പളം. ഞാൻ പറഞ്ഞത് ശമ്പളമല്ല, ഓണറേറിയമാണ്. അപ്പോൾ ഒരു തമാശ രൂപമാണ് പറഞ്ഞു. ഓണറേറിയം എന്ന് പറഞ്ഞത് അവരെ ഓണർ ചെയ്യുന്നതാണ്, അവരുടെ പ്രവൃത്തി സേവനത്തെ ഓണർ ചെയ്യാനായിട്ട് സർക്കാർ കൊടുക്കുന്ന ഒരു ചെറിയ ഇതാണ് 7000 രൂപ. അപ്പോൾ ഈ ഒരു വലിയ പ്രശ്നം നമ്മൾ ചെറുപ്പക്കാരുമായിട്ട്, കൗമാരക്കാരുമായിട്ടോ യുവാക്കളുമായിട്ടോ നമ്മൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് ബോധവൽക്കരണത്തിന് കൊണ്ട് ശ്രമിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടിയില്ല. അപ്പോൾ അതിനകത്തൊരു വലിയ അതിശയകരമായിരുന്നത്, ഞാൻ അതായത് 60 വർഷം മുമ്പ് ഞാൻ ചോദിച്ചുകൊണ്ട് നടന്ന ചോദ്യങ്ങൾക്ക് എനിക്കന്ന് മറുപടി കിട്ടിയില്ല, 60 വർഷത്തിന് ശേഷവും മറുപടി കിട്ടുന്നില്ല. ഇപ്പോഴിത് അതേ ചോദ്യങ്ങൾ ഈ തലമുറയിലെ കുട്ടികൾ, യുവാക്കന്മാർ, കൗമാരക്കാർ, തൊഴിലില്ലാത്ത ആൾക്കാർ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഈ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ഈ സ്ഥിതിസമത്വം, ഇതൊക്കെ ആര് എന്ന് സാധിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഈ കുട്ടികൾ ചോദിക്കുന്നത്. ഇതിന് നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? മറുപടി ഇല്ല. ശ്രമിക്കുന്നു, സർക്കാർ ശ്രമിക്കുന്നു, കേന്ദ്രത്തിൽ എങ്ങനെ ശ്രമിക്കുന്നു, സംസ്ഥാനത്ത് ഇങ്ങനെ ശ്രമിക്കുന്നു എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് ഇതിന് നമുക്കൊരു ഭദ്രമായ യുക്തിസഹജമായ ഒരു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധിയാണ്. ജനാധിപത്യം നേടുന്ന ഒരു വെല്ലുവിളിയാണ്, വിദ്യാർത്ഥികൾ നേരിടുന്ന, യുവാക്കൾ നേരിടുന്ന, അല്ലെങ്കിൽ തൊഴിലന്വേഷകർ നേരിടുന്ന വെല്ലുവിളിയാണ്. ഇത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു സംഗതിയാണ്. കാരണം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതേക്കുറിച്ച് വളരെ സമഗ്രവും വിശദവുമായ ഒരു ചർച്ച ആവശ്യമുണ്ട്. ഇതേക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ ഈ വേദിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.